തുളസിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രം. സാറൊരു ഉയർന്ന പദവിയിലിരിക്കുന്ന പോലീസ് ഓഫീസറല്ലേ? സാറിനെങ്കിലും കുറച്ച് ഉത്തരവാദിത്വം കാണിക്കാമായിരുന്നു. ഒരു മനുഷ്യജീവനല്ലേ, അത് പിടിച്ചു നിർത്താൻ അവസാനം വരെ ഒരു ഡോക്ടർ ശ്രമിക്കണ്ടേ? അതുകൊണ്ട് മാത്രം തിരിച്ചു കൊണ്ടുപോയിക്കോളൂന്ന് ഞാൻ പറയാത്തത്. തുളസിയുടെ കണ്ടീഷൻ വളരെ മോശം. ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കൂ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തുളസി, എടാ, ഡോക്ടർ പറഞ്ഞ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. അവൾക്കൊരാപത്തും വരുത്താതെ തിരിച്ചു തരണേ നമുക്ക് പ്രാർത്ഥിക്കാം. ദുർഗയാണെങ്കിൽ അവിടെ തനിച്ച്. നിന്റെ ഈ അവസ്ഥയിൽ നിന്നെ തനിച്ചാക്കി ഞാനെങ്ങനെ പോകുന്നേ? ബാറിലിരുന്ന് മൂക്കുകുട്ട വലിച്ചു കയറ്റിട്ടാ വരുന്നത്. വീട്ടിലിരുന്ന് കഴിക്കാൻ പൈൻറ്റ് വാങ്ങിച്ചോണ്ട്. ഈ കാണിക്കുന്നതിന്റെ 10-1 ശുഷ്കാന്തി കുടുംബം നോക്കുന്ന കാര്യത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഈ കുടുംബത്ത് ഒരു നേരമെങ്കിലും അടുപ്പ് പുകയായിരുന്നു. ഞാൻ അത്രയ്ക്കൊന്നും കഴിച്ചിട്ടില്ല, കുറച്ചേ കഴിച്ചുള്ളൂ. അതാണെങ്കിൽ നിന്റെ വയലിരിക്കുന്ന കേട്ട് ആവിയായി പോവുകയും ചെയ്തു. അതിങ്ങി താടി ഇന്ന എടുത്തോ. പക്ഷേ ഇതിൽ തൊടുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കണക്കുകൾ പറയും. അതിന് സമാധാനം ഉണ്ടാവണം. അച്ഛന്റെ വലിവിന്റെ അസുഖം കൂടിയപ്പോഴേ ആശുപത്രിയിൽ കൊണ്ടുപോവാൻ അടുത്ത വീട്ടിലെ ഗോപിച്ചേട്ടനോട് കടം വാങ്ങിയ 1000 രൂപ. കഴിഞ്ഞ തവണ കറണ്ട് ബില്ല് കെട്ടാൻ നളിനിയോട് കടം വാങ്ങിയ 950 രൂപ. പിന്നെ മുടങ്ങിക്കിടക്കുന്ന ചിട്ടി തിരിച്ചടവ്. അതിനു പുറമെ എന്റെ വള പണയം വെച്ച് ബാങ്കിൽ നിന്നെടുത്ത 30,000 രൂപ. അതിന്റെ നോട്ടീസ് വന്ന് കിടക്ക്. ബുധനാഴ്ചയെങ്കിലും തിരിച്ചെടുത്തില്ലെങ്കിൽ അത് ലേലത്തിൽ പോവും. ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിലേ തൽക്കാലം ഒരു 40,000 രൂപയെങ്കിലും വേണം. നിങ്ങൾ എന്ത് വഴിയാ കണ്ടിരിക്കുന്നത്? അത് പറഞ്ഞിട്ട് ഇതെടുത്ത് വിഴുങ്ങിക്കോ. കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കലേ ഭർത്താവിന്റെ മാത്രം കടമയൊന്നുമല്ല, ഭാര്യയ്ക്കൊണ്ട് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ. ദേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ദേവമംഗലത്ത് ദുർഗമാമിയെ നോക്കാൻ നിന്നതല്ലേ ഞാൻ. ചുരുങ്ങിയത് ഒരു 10,000 രൂപയെങ്കിലും മാസം കിട്ടുമായിരുന്നു. പക്ഷെ അവിടെ നിൽക്കാൻ എന്നെ സമ്മതിച്ചോ? അവിടെ വന്ന് അലമ്പുണ്ടാക്കിയിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? എന്നിട്ട് പറയുവാ ഭാര്യയ്ക്ക് കടമയുണ്ടെന്ന്. അത് തെറ്റായി പോയി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഒരു ചോദ്യം, ആ സ്ത്രീയെ നീ കുറച്ചു ദിവസം നോക്കിയതല്ലേ? 10 പൈസ തന്നോ അവിടുന്ന്? പോയി ചോദിക്ക്. എന്നിട്ട് കിട്ടുന്നത് ഗോപിക്കും നള്ളിക്കൊക്കെ വീതിച്ചു കൊടുക്ക. അല്ല, നമുക്കിപ്പോ തന്നെ പോയാലോ? എവിടേക്ക്? ദേവമംഗലത്തേക്ക്. എടീ, കിട്ടാൻ സാധ്യതയുള്ളത് വെറുതെ കളയണ്ടല്ലോ. വാ, ഇറങ്ങ. സന്ധ്യവേട്ട, നിങ്ങൾക്ക് നേരവും കാലമൊന്നും ഓർമ്മയില്ലേ? സമയം എത്രയായെന്ന വിചാരം? ഇവിടുന്ന് ബൈക്ക് എടുത്ത് അത്രയും ദൂരം ചെല്ലുമ്പോഴേക്കും അവിടെ എല്ലാരും ഉറങ്ങിക്കാണും. ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താലോ. ഈ സന്ധ്യവേട്ടൻ ഇതെന്താ കള്ള് വലിച്ചു കയറ്റിട്ടാ ഇങ്ങനെ വെളിവില്ലാതെ സംസാരിക്കുന്നത്? അസമയത്തൊരു വീട്ടിൽ കയറി ചെല്ലുന്നത് മര്യാദയാണോ? അതും കാശ് ചോദിക്ക. എടി, ആവശ്യക്കാരൻ ഔചിത്യമില്ലെന്ന് നീ കേട്ടിട്ടില്ലേ? മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കാര്യം നടക്കണം, അങ്ങനെ വേണം ചിന്തിക്കാൻ. അല്ല സന്ദീപേട്ട, വരാനല്ലേ പറഞ്ഞത്? വാ വാ ഇങ്ങോട്ട്. സന്ദീപേട്ട,
എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിന്? നമ്മളിവിടെ വഴക്കിന് വന്നൊന്നും അല്ലല്ലോ. കുറച്ച് ദിവസം നീ ഇവിടെ ജോലിക്ക് നിന്നിട്ടുണ്ട്. ശവം കണക്കം മാനത്ത് നോക്കി കിടക്കുന്ന ആ പെണ്ണുപിള്ളേ തിരിച്ചും മറിച്ചും കിടത്തുന്ന പണിയല്ലേ നീ ചെയ്തത്? പരാതിയും പരിഭവം ഒന്നുമില്ലാതെ നീ അത് ഭംഗിയായിട്ട് ചെയ്തല്ലോ. കാലണ ശമ്പളം തന്നോ? ഇല്ലല്ലോ. തരാത്തത് അവരുടെ തെറ്റ്. ചോദിച്ചു വാങ്ങുക എന്നുള്ളത് നമ്മുടെ അവകാശം. എനിക്കങ്ങനെ കണക്ക് പറഞ്ഞു വാങ്ങാനൊന്നും കഴിയില്ല സന്ദീപേട്ട. ഇവിടുന്ന് കുറെ സഹായം പറ്റിയിട്ടുണ്ട് ഞാനും അമ്മയും. ഞാൻ കണക്ക് പറയും പോലെ പഴയ കണക്കുകൾ പ്രസാദ് മാമൻ ഇങ്ങോട്ട് പറഞ്ഞ എന്റെ മിണ്ടാട്ടം മുട്ടിപ്പോവും. വേണ്ട, ആ സ്ത്രീയെ നോക്കി എൻ്റെ ശമ്പളം ചോദിക്കണ്ട. 4-5 മാസം നീ ഇവിടെ നിന്നല്ലേ. ഇവിടെയുള്ളവർ അതൊക്കെ മറന്നു കാണും. ശമ്പളം ചോദിക്കുന്നതിന് പകരം സഹായം ചോദിക്കാമല്ലോ. നിന്റെ ACP മാമനോട് നീ സഹായം ചോദിച്ചാൽ മതി. സഹായം ചോദിക്കാനും എനിക്ക് പേടിയാ. സന്ദീപേട്ടൻ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാൻ പറയാം. നല്ല പിടിപാടുള്ള ആളാ പ്രസാദ് മാമൻ. പ്രസാദ് മാമൻ വിചാരിച്ച സന്ദീപേട്ടന് നല്ലൊരു ജോലി തരപ്പെടുത്താൻ പറ്റും. ജോലിക്കെൻ്റെ പട്ടി പോവും. സഹായം ചോദിക്കാൻ നിനക്ക് മടിയാണെങ്കിലേ ഞാൻ ചോദിച്ചോളാം. എന്താ ഈ കാണിക്കുന്നേ? ഒരു മര്യാദ വേണ്ടേ? സന്ദീപേട്ടന്റെ ഈ സ്വഭാവം പ്രസാദ് മാമന്റെ അടുത്ത് കാണിക്കല്ലേ. മാമ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. എന്താടി ആരും വരാത്തെ? ഇത് എന്ത് കാണിക്കാൻ പോവാ? ഇതൊരു പോലീസ് ഓഫീസറുടെ വീടാ. എന്ത് ചെയ്യുമ്പോഴും അത് ഓർമ്മ വേണം. ഇതും പറഞ്ഞ് നീ എന്നെ മെക്കെട്ട് കയറാൻ വരണ്ട. ഞാനൊരു ധൈര്യത്തിന് വേണ്ടി അടിക്കുന്നല്ലേ. നിന്റെ ACP മാമനോട് നല്ല ഡയലോഗ് പറയണ്ടേ? സന്ദീപേട്ട വന്നേ. ആദി, ആരെയും കാണുന്നില്ലല്ലോടി. പോലീസ് ഓഫീസറുടെ വീടായതുകൊണ്ട് കള്ളന്മാര് കേറില്ലെന്ന് വിചാരിച്ചിട്ടാണോ വാതിലൊക്കെ ഇങ്ങനെ തുറന്നു വളർത്തിയിട്ടിരിക്കുന്നത്? മാമ, പ്രസാദ് മാമ. ഇതെന്താ ആരും വരാത്തെ? ഇവിടെ എല്ലാവരും നിന്ന നിപ്പിൽ ആവിയായി പോയോ? പ്രസാദ് മാമ, തുളസി. ഓ, എന്തൊരു വലിയ വീടാ. ഇതുപോലൊരു വീട്ടിൽ കഴിയാൻ അതിനുള്ള യോഗം വേണം. എന്നാടി നമുക്ക് ഈ യോഗമൊക്കെ ഉണ്ടാവുന്നേ? യോഗമൊക്കെ ഉണ്ടാവും, പക്ഷേ പണിയെടുത്ത് കാശുണ്ടാക്കണം. ഇതുപോലൊരു വീട് വയ്ക്കാൻ മിനിമം 1 കോടി രൂപയെങ്കിലും വേണ്ടി വരും ഈ കാലത്ത്. ഞാൻ എൻ്റെ ചോര പെരുവെള്ളമാക്കി പണിയെടുത്താലും ഇതിൻ്റെ 4-1 പോലും സമ്പാദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജോലിക്കും പോയി കള്ളു കുടിയും നടത്തിയ ചെറിയൊരു വീടൊക്കെ വെക്കാൻ പറ്റും. വലിയ മാളികയിൽ കിടന്നുറങ്ങണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. എന്റെ ആഗ്രഹം ഈ ജന്മത്ത് നടക്കുകയില്ല. ഈ ജന്മത്ത് നിങ്ങൾ കള്ളുകുടി നിർത്തുകയില്ല, പണിക്ക് പോവുകയില്ല. ഇവിടെ ആരും ഇല്ലേ? ACP മാമ, ACP മാമ. ഇനി ദുർഗമാമിക്ക് അസുഖം കൂടിയിട്ട് ഹോസ്പിറ്റലിൽ എങ്ങാനും പോയതാണെങ്കിലോ? ആർക്കറിയാം. ഒന്ന് വന്നേ. ദേ ദുർഗമാമി ഇവിടെയുണ്ട്. ഇതാണല്ലേ നീ എപ്പോഴും പറയുന്ന ദുർഗാമാമി? ഞാൻ നിന്റെ കഴുത്തിലാകാൻ കാരണക്കാരിയായ പുണ്യ വനിത. ഇവള് നിങ്ങളെ പ്രാകാത്ത ഒരു ദിവസം പോലുമില്ല. ദേവമംഗലത്തെ ഇറണംകെട്ട സ്ത്രീ കാരണം എൻ്റെ ജീവിതം തൊലഞ്ഞു പോയെന്ന് ഇവള് പറയാത്ത ഒറ്റ ദിവസം പോലും ഇല്ല. ഇവളുടെ സംസാരം കേട്ടാൽ തോന്നും ഇവളെൻ്റെ ജീവിതത്തിലേക്ക് വലതുകാല് വെച്ച് കയറി വന്ന മഹാലക്ഷ്മിയാണെന്ന്, മാലാഖയാണെന്ന്. ഓലക്കയാ. കെട്ടിക്കൊണ്ടുവന്ന ദിവസം മുതൽ ഇന്ന് വരെ ഇവളെനിക്ക് മനസ്സമാധാനം തന്നിട്ടില്ല. അറിയോ നിങ്ങൾക്ക്? എന്നിട്ടാ എല്ലാവരും കൂടി എന്നെ കുറ്റം പറയുന്നത്. എൻ്റെ പൊന്നമ്മായി, നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും വലിയ ശത്രുവിൻ്റെ തലയിൽ ഇവളെ കെട്ടിവെക്കാൻ പാടില്ലായിരുന്നോ? അയാളുടെ ജീവിതം കട്ടപ്പോയായി പോകാറുന്നല്ലോ. നിങ്ങൾ എന്നോട് ചെയ്തതേ കൊലച്ചതിയായിപ്പോയി. ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നിങ്ങളോട്
ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാ? ഓ, ഛെ. ഏ, എന്താ ഈ കാണിക്കുന്നത്? ഇതൊരു വലിയ ചത്ത കോഴിയുടെ കഴുത്ത് പോലെ ഉണ്ടല്ലോ, ഒരു ബലവും ഇല്ലല്ലോ. ഇവളെ പോലുള്ളൊരു മൂദേവി എന്റെ തലയെ കെട്ടിവെച്ചതിന് ദൈവം തന്ന ശിക്ഷയായത്. എന്തിനാ ഇങ്ങനെ കിടക്കുന്നേ? എല്ലാവർക്കും ഒരു ഭാരമായിട്ട് പോയി ചത്തൂടെ? അല്ല, ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? എവിടെ? കാതുപൊട്ടന്റെ മുന്നില് വെടി പൊട്ടിച്ചതുപോലെ എന്റെ സമയം വേസ്റ്റ്. പിന്നെ പോയിട്ട് മലമറിക്കാനുള്ളതല്ലേ? സോറി കേട്ടോ, ഈ കുടുംബത്തിൽ കയറി വന്നിട്ട് ഇങ്ങനെ പരസ്യമായിട്ട് ഇത് വലിച്ചു കയറ്റാൻ പാടില്ല എന്ന് എനിക്കറിയാം. എനിക്കൊരു കുഴപ്പമുണ്ട്. കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ മനസ്സിനകത്ത് വലിയ പരവേശമാണ്. കുപ്പി കാലിയാക്കിയാലേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. അല്ല, എല്ലാവരും ഇവിടെ പോയി. അമ്മായിക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. 3-4 മാസങ്ങൾക്ക് മുമ്പ് ഇവൾ ഇവിടെ നിന്നിട്ടുണ്ട് അമ്മായിയെ നോക്കാൻ. അതിന് ശമ്പളമൊന്നും കൊടുത്തിട്ടില്ല. ഇവള് ചോദിച്ചതുമില്ല. ഇപ്പോ നിക്കക്കളില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ. അന്നത്തെ ശമ്പളവും അതിൻ്റെ കൂടെ കുറച്ചെന്തെങ്കിലും സഹായം കൂടി കിട്ടിയാൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാം. അതിനാ മാമി ഞങ്ങൾ വന്നത്. എടി, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എവിടെ പോയി മാമി എല്ലാവരും? ദുർഗമാമിക്ക് മിണ്ടാനും പറയാനും കഴിയില്ലെന്ന് അറിയില്ലേ സന്ദീപേട്ടന്? ദുർഗമാമിയോട് എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞ്? ഞാൻ മൂദേവിയാണെന്നല്ലേ? നിങ്ങൾക്ക് മനസ്സമാധാനം ഞാൻ തരുന്നില്ലെന്നല്ലേ? ഇതിനുള്ള മറുപടി ഞാൻ ഇവിടെ വെച്ച് തരുന്നില്ല. ഈ ശവത്തിനെ ഇവിടെ തനിച്ചാക്കിയിട്ട് എല്ലാവരും കൂടെ എവിടെ പോയി കിടക്കുക? നീ IACP മാമനെന്ന് വിളിച്ചു നോക്കി. നമ്മളിവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറ, സമയമില്ലെന്ന്. പ്രസാദ് മാമനെ വിളിക്കാൻ എനിക്ക് പേടിയാ. ദുർഗമമ്മി തനിച്ചിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്ന് ആർക്കറിയാം? എനിക്ക് ഈ സ്ത്രീയോട് യാതൊരു സഹതാപവും ഇല്ല. എന്നാലും ഒരു മനുഷ്യ സ്ത്രീയല്ലേ, കുറച്ച് വെള്ളം എടുത്തോണ്ടൊന്ന് കുടിപ്പിക്കാം. തൊണ്ട വരളുന്നുണ്ടാവും. എന്തെങ്കിലും ചെയ്യേ. നിങ്ങളെ തനിച്ചാക്കി എന്ത് ധൈര്യത്തിൽ എല്ലാവരും ഇവിടുന്ന് പോയത്? ആരെങ്കിലും കൊല്ലാൻ വന്നാ ഒന്ന് നില വിളിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയില്ലല്ലോ. നിങ്ങളെ ഞാൻ കൊന്നേക്കട്ടെ. പേടിച്ചു പോയോ? ചുമ്മാ. ദുർഗയാണെങ്കിൽ അവിടെ തനിച്ച്, തുളസിയാണെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ ഓപ്പറേഷൻ തിയേറ്ററിൽ. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാ ദുർഗയുടെ അടുത്തേക്ക് പോവാ? പോയാൽ തന്നെ ഞാൻ എന്താ അവളോട് പറയേ? നമ്മുടെ മോളെ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ല ദുർഗേന്ന്. അവളുടെ മനസ്സിലും കൂടി എന്തിനാ തീ കോരിയിടുന്നത്? ഡോക്ടർ, തുളസി ജീവൻ രക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ ഡോക്ടർ? ഒരു ജീവനല്ലല്ലോ, 2 ജീവനുകളല്ലേ. 2 പേരെയും രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു ജീവനെങ്കിലും രക്ഷിക്കാനാ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
തുളസിയെ വേണോ അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ വേണോ അത് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. അച്ഛാ, തുളസിയുടെ ജീവനെങ്കിലും രക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞ അത് എന്റെ സ്വാർത്ഥതയാണെന്ന് നിനക്ക് തോന്നിയാലോ? എടാ, ഒരച്ഛനായതുകൊണ്ടല്ല, നിന്റെ ഉള്ളിലും ആഗ്രഹങ്ങളുണ്ടെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തീരുമാനം എടുക്കേണ്ടത് നീയാ. എടാ, നീ തന്നെ നിനക്ക് നിന്റെ തുളസിയെ വേണോ അതോ കുഞ്ഞിനെ വേണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിനക്ക് മാത്രമാണ്. നിന്റെ തീരുമാനം എന്തായാലും, എന്നെ എന്തുമാത്രം വേദനിപ്പിക്കുന്നതായാലും ഞാൻ നിന്റെ കൂടെ നിൽക്കും. ശപിക്കില്ല ഞാൻ ഒരിക്കലും. എന്റെ ജീവിതാവസാനം വരെ ഞാൻ നിന്നെ ശപിക്കില്ല. തീരുമാനം പെട്ടെന്നായിരിക്കണം. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതി, നീ പറഞ്ഞോ? കൂടുതലൊന്നും ആലോചിക്കാൻ സമയമില്ല. വേഗം തീരുമാനത്തിലെത്ത്. എനിക്ക് എടാ, മടിക്കൊന്ന് പറയേ. രണ്ടിലൊരാളെ തിരിച്ചു കിട്ടും. ആരെ വേണം? പറയേ. എന്റെ തുളസി, അവളില്ലാതെ എനിക്ക് പറ്റില്ല സർ. മഹാഭാവമായിരിക്കും, എന്റെ കുഞ്ഞ് ശപിക്കുമായിരിക്കും. പക്ഷെ തുളസിയില്ലാതെ ഞാൻ എങ്ങനെയാ ജീവിക്കുക? ഡോക്ടർ, തുളസിയെ ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഡി, ഇതെന്താ ആരും വരാത്തെ? ഈ ശവത്തിന് കാവലിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയായി? ഒരു തുള്ളി പോലും ഇനി ബാക്കിയില്ല. എല്ലാം തീർന്നുപോയി. ഞാനിവിടെ കിടന്ന് ബോറടിച്ച് മരിക്കും. എങ്ങോട്ടാ? കള്ള് വാങ്ങാൻ പോവാണോ? ഞാൻ വിടില്ല. ഈ നേരത്തെ എന്റെ തന്ത തുറന്നു വെച്ചിരിക്കുന്നോ ബിവറേജ് ബാറും ഒക്കെ? ഇവിടെ എവിടെയെങ്കിലും കുപ്പിയിരിക്കുന്നോ ഞാൻ നോക്കട്ടെ. ആദ്യം പ്രസാദ് മാമനൊന്നും കള്ള് കുടിക്കാറില്ല. ആദ്യയുടെ കാര്യം എനിക്കറിയില്ല. പക്ഷേ ACP മാമൻ കള്ള് കുടിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. കള്ള് കുടിക്കാത്ത പോലീസുകാരനും. പ്രസാദ് മാമൻ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിന്നെ കാണിച്ചോണ്ടാണോ അയാൾ കുടിക്കുന്നേ? എടി, വലിയ വലിയ ആൾക്കാരെ എല്ലാ തെമ്മാടിത്തരവും ചെയ്യും. പക്ഷെ രഹസ്യമായിരിക്കുമെന്ന് മാത്രം. ഇതെന്താടി കള്ളല്ലാതെ അമൃതം? നിന്റെ പോലീസ് മാമൻ കള്ളു കുടിക്കുമെന്ന് ഞാൻ പറഞ്ഞത് സത്യമായില്ലേ? ഈ കള്ളിന്റെ കാര്യത്തിലേ എന്റെ പ്രവചനം ഇന്നേ വരെ തെറ്റിയിട്ടില്ല. ഏത് മരുഭൂമി പോയാലും നിങ്ങൾ കള്ള് സംഘടിപ്പിക്കുമല്ലോ. വീട് പോയിട്ടേ 4 തൂണിൽ ഒരു കൂര പോലും നിങ്ങൾ വെക്കില്ല. നിങ്ങൾ ചത്താലേ ഞാൻ രക്ഷപ്പെടും. നിങ്ങൾ കുടിച്ച് ബോധമില്ലാതെ കിടക്കുമ്പോഴേ നിങ്ങളെ വെട്ടിക്കൊന്ന് ഞാനും ചാവും. അത് ഉറപ്പാ. എനിക്ക് വയ്യ ഇങ്ങനെ നരകിക്കാൻ.